ആകാശഗംഗയെ തേടി എന്നുള്ള ആ ടൈറ്റിൽ തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതൊരു കാൽപ്പനികതയും അതേസമയം ഒരു ഒരു സവിശേഷമായ രീതിയിൽ അസ്ട്രോണമി എന്നുള്ള സയൻസിനെ, ആകാശം എന്ന് നാം കാണുന്ന ഈ വല്ലാത്തൊരു അത്ഭുതത്തെ ഇവിടെ അവതരിപ്പിക്കുകയാണ് ഈ ബുക്കിൽ. അതൊരു സയൻസും ഫിക്ഷനും കലർന്ന രീതിയിൽ അവതരിപ്പിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകം എൻ്റെ അമ്മ എഴുതിയതാണ്. ഇത് എഴുതിയിരിക്കുന്ന കാലത്ത് 1981 പരിഷത്ത് ഇത് ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത്. അതിനു മുമ്പ് എഴുതിയ ബുക്കാണ്. അതിനു മുമ്പ് നമ്മുടെ യുറീക്ക എന്ന ബാലശാസ്ത്ര മാസികയിൽ സീരിയലൈസ് ചെയ്തിട്ട് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ്. ആ സമയത്ത് തന്നെ അസ്ട്രോണമിയെ പറ്റി വലിയ ആധികാരികമായ ഇന്നത്തെ മാതിരി അന്ന് ഗൂഗിളുമാരത്തെ അല്ലെങ്കിൽ ഇത് സെർച്ച് എഞ്ചിനുകളൊന്നുമില്ല. പുസ്തകം വായിച്ചുള്ള അറിവിൽ നിന്നും, അത് പാപ്പുട്ടി മാഷ് എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ മാഷ് എന്നെ പറയായിരിക്കും ഉചിതം. അത് ഈ ബുക്കിനൊരു സവിശേഷത, ഈ ബുക്ക് നമ്മളെ അങ്ങ് ഒരു ആകാശഗംഗയിലേക്ക് തുഴഞ്ഞു കൊണ്ടുപോകുന്ന മാതിരി നമുക്ക് അനുഭവപ്പെടും. ഒരുപക്ഷെ ആകാശം എന്ന് പറഞ്ഞാൽ അത് വിശ്വവിഖ്യാതനായ നമ്മുടെ സയൻസ് ഫിക്ഷനും സയൻസ് ഫാക്സും എഴുതിയിരുന്ന കാൾ സാഗൻ ഈ ആകാശത്തിൽ നമ്മുടെ ഭൂമിയെ പറ്റി, അതായത് വോയേജർ എന്ന നാസയുടെ ഒരു സാറ്റലൈറ്റ്, ക്യാമറയുള്ള ഒരു സാറ്റലൈറ്റ് ഭൂമിയുടെ ഓർബിറ്റിൽ നിന്ന്, ഭൂമിയുടെ ഗ്രാവിറ്റിയുള്ള ഓർബിറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ നാസയോട് റിക്വസ്റ്റ് നടത്തി എന്നുള്ളതാണ്. നിങ്ങൾ ഈ ക്യാമറ തിരിച്ച് ഭൂമിയിലേക്ക് തിരിച്ചു വയ്ക്കൂ. അപ്പോൾ ആ ഭൂമിയിൽ ആ ക്യാമറ ഭൂമിയെ അത് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ഗ്രഹങ്ങളിലൊക്കെ സക്ക് ചെയ്ത് അകത്തേക്ക് പോകുന്ന രീതിയിൽ ഈ വലുതായിട്ട് നമുക്ക് തോന്നുന്ന ഭൂമി ചെറുതായി ഒരു നീലക്കുത്തായിട്ട് മാറുകയാണ്. ആ നീലക്കുത്തിനെ പറ്റി കാൾ സാഗൻ പറയുന്നുണ്ട്. ഈ സൗരയൂഥത്തിലെ ആകുന്ന അളവില്ലാത്ത സ്പേസിൽ ഈ ഭൂമി മാതിരിയുള്ള ഒരു ചെറിയ ഒരു കുത്തുമാതിരിയുള്ള ഈ പ്ലാനറ്റിൽ നിങ്ങൾക്ക് യുദ്ധങ്ങളും സമാധാനമില്ലായ്മയും എല്ലാം മനുഷ്യൻ്റെ ഈഗോയും നെഗറ്റിവിറ്റിയും എല്ലാം തമ്മിൽ ഉള്ള ഇത് നടത്തുമ്പോൾ നിങ്ങൾ ആധികാരികമായിട്ട് നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങൾ ഈ സൗരയൂഥത്തിലൊന്നുമല്ല. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഈ സൗരയൂഥത്തിൽ നമ്മൾ ഒന്നുമല്ലാതെ ആയാലും അതിനെക്കുറിച്ച് നമുക്ക് അതിൽ വിഷമിക്കാനില്ല. അപ്പം അവർ പറയുന്നത് ഇവിടെ മാത്രം ജീവൻ വന്നത് ഒരു പ്രത്യേക ഉദ്ദേശം കൊണ്ടായിരിക്കാം. ആ ഉദ്ദേശം കൊണ്ട് ഇത് സസ്റ്റെയിൻ ചെയ്ത് പ്രകൃതിയൊക്കെ ആയിട്ട് സമന്വയിച്ച് ആകാശത്തേക്ക് നോക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ ആകാശം നോക്കുമ്പോൾ കാണുന്ന നക്ഷത്രം ഒരുപക്ഷെ എത്രയോ വർഷം മുമ്പ് മിന്നിയ വെളിച്ചമാണ് നാം ഇവിടെ ഒരുപക്ഷെ കാണുന്നത്. അതുകൂടി മനസ്സിലാക്കണം. ഇപ്പോൾ ഇങ്ങനെ ഒരു ബുക്ക് 1975 തുടങ്ങി 80 വരെയുള്ള കാലഘട്ടത്തിൽ അമ്മ എഴുതി തീർത്തതാണ്. അതിനുള്ള അന്ന് അങ്ങനെ റെഫറൻസ് സോഴ്സുകളൊന്നുമില്ല. ഇതേമാതിരി സംശയങ്ങൾ പറഞ്ഞു തരാൻ പാപ്പുട്ടി മാസ്റ്റർമാരി പണ്ഡിതരും ഇല്ല അന്ന്. അതുകൊണ്ട് തന്നെ സാറ് അതിനെ, അപ്പോൾ ഇതൊരു കഥാരൂപയാണ്. ഈ ആകാശഗംഗയെ തേടി എന്നുള്ളത് ഒരു പൊളിച്ചെഴുത്താണ്. അന്ധവിശ്വാസം എന്ന നമ്മുടെ ഒരു ചിന്താഗതി, ആകാശത്തെ സംബന്ധിച്ചുള്ള അന്ധവിശ്വാസത്തിൻ്റെ ചിന്താഗതി അന്നേ ചോദ്യം ചെയ്യപ്പെടുകയാണ് അവിടെ. അത്ര എളുപ്പമല്ല ആ കാലത്ത് അത് ചോദ്യപ്പെടാം. അപ്പോൾ അത് തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ 2 കുട്ടികളോട് ഒരു കൂട്ടർ പറയുന്ന കഥയാണ്. ഈ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ
ഈ ആകാശഗംഗയിലെത്താനായിട്ടുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. പക്ഷെ നിങ്ങൾ ഇതിലേ പോവുക, പോയിട്ട് ആ കാണുന്ന പാലമരത്തിൽ, അപ്പോൾ ഒരു പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ ഇന്ന് കാണുന്ന മാതിരി ഫ്ലാറ്റുകളൊന്നും നിറഞ്ഞ ഇതല്ല. ഇങ്ങനെ ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആ കാണുന്നതെന്ന് പറഞ്ഞാൽ വളരെ അകലെയായിരിക്കും. വേറെ സഞ്ചാര ഇതൊന്നുമില്ല. 2 കുട്ടികൾ അങ്ങനെ നടന്നു പോവുകയാണ്. ഈ പാലമരത്ത് കയറിയിട്ട് ഈ മഴവിൽ പാലം കടന്നാൽ ആകാശഗംഗയിലേക്ക് തോണിയിലേക്ക് ഇറങ്ങാം എന്നാണ് ഈ കുട്ടികളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവർ നടന്നു പോവാണ് വീട്ടിൽ നിന്ന്. എന്ന് രാത്രിയാകുന്നു, പാലമരത്തിലെത്താൻ പറ്റണില്ല, അത്ര ദൂരമുണ്ട്. അപ്പം അവിടെ വച്ചിട്ട് പിന്നെ അവിടുന്ന് ഒരാളെ രക്ഷിച്ചു കൊണ്ടുപോവാണ് അവരെ. അപ്പോൾ ഇവരെവിടുന്ന് വന്നു എന്ന് അദ്ദേഹത്തിന് അറിയില്ല. പിന്നെയാണ് ആകാശഗംഗയിൽ പോകുന്ന ഈ അന്ധവിശ്വാസം. അത് രണ്ടാമത് ഒരു പ്രാവശ്യം കൂടി പറയുന്നുണ്ട്. അത് പാപ്പട്ടി മാഷ് അത് ശ്രദ്ധിച്ചിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അതായത്, എന്നാൽ മധുവിന് ബൃഹസ്പതി എന്ന പേരിടാം. അയ്യേ, ആ പേര് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ബൃഹസ്പതി എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ ഗുരുവാണ്. അന്നത്തെ കാലത്ത് ദേവന്മാരുടെ ഗുരുവിൻ്റെ അപ്പുറത്തേക്ക് ബൃഹസ്പതി അത്ര ഇതായിട്ടുള്ള ആ നക്ഷത്രത്തിൻ്റെ പ്ലാനറ്റിൻ്റെ ഒരു പ്രത്യേകത. അതുകൂടി കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ള കാര്യം കൂടി. അപ്പോൾ ഈ കഴിയുന്നിടത്തൊക്കെ ഇവിടെ ഈ അന്ധവിശ്വാസം ഒന്ന് തുടച്ചു നീക്കിയിട്ടെന്ന് തോന്നുന്നു. ഇനി മാഷ് പറയാം. ഹലോ. ഈ പുസ്തകം കല്യാണിക്കുട്ടിയമ്മ എന്ന ഇദ്ദേഹത്തിൻ്റെ അമ്മയാണ് എഴുതിയതെന്ന് പറഞ്ഞല്ലോ. 75ഓടുകൂടി അവരത് എഴുതി തീർത്തിട്ടുണ്ട്. യുറേക്കയിൽ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞു. അന്നൊന്നും ഞാൻ പരിഷത്തിലില്ല. ഞാൻ ചിറ്റൂർ കോളേജിലൊരു അധ്യാപകനായിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ പരിഷത്തിൽ വരുന്നത് ഇതിലൊക്കെ കുറേ വർഷത്തിന് ശേഷമാണ്. പക്ഷേ അതിന് ശേഷം ഈ പുസ്തകത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ പുസ്തകം കണ്ടിട്ടില്ല. കാരണം അത് അച്ചടിയിൽ ലഭ്യമായിരുന്നില്ല. ഈ അടുത്ത ദിവസമാണ് എനിക്ക് ഈ പുസ്തകം കിട്ടിയത്. ആ പുസ്തകം എന്നെ കുറച്ചൊന്ന് അമ്പരപ്പിച്ചു. കാരണം മുമ്പ് ആ കാലത്ത് 75-ലൊക്കെ ജ്യോതിശാസ്ത്രത്തിൽ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞ് ആളുകളോടത് രസകരമായി പറയാൻ കഴിയുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു എന്നുള്ളത് അത്ഭുതമാണ്. അന്ന് കഥ എഴുതുന്ന ധാരാളം പേര് നമ്മുടെ നാട്ടിലുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ട്. സാധാരണഗതിയിൽ ഈ ശാസ്ത്രകാര്യങ്ങളിൽ സ്ത്രീകൾ വലിയ താല്പര്യമൊന്നും എടുക്കാറില്ല എന്നുള്ളതാണ് സത്യം. ചിലപ്പോൾ സ്ത്രീകൾക്ക് വിഷമം തോന്നും അങ്ങനെ പറയും. പക്ഷേ ഇപ്പം അത് മാറി വരുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പണ്ട് ടീച്ചർമാരൊന്നും ജ്യോതിശാസ്ത്രത്തിലൊന്നും വലിയ താല്പര്യം എടുത്തിരുന്നില്ല. ടീച്ചർ ഏതായിരുന്നു സബ്ജക്റ്റ്? സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഫിസിക്സുകാരുടെ ഒരു വിഷയമായിട്ടാണ് യഥാർത്ഥത്തിൽ ജ്യോതിശാസ്ത്രം വരുന്നത്. അത് വളരെ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരുന്നു. അബദ്ധങ്ങളൊന്നുമില്ലാതെ കൃത്യമായി മനസ്സിലാക്കി എഴുതി എന്നുള്ളത് വലിയ അത്ഭുതമാണ്. എന്ന് മാത്രമല്ല, കുട്ടികളോട് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ പറയേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് നല്ല ധാരണയുണ്ടായിരുന്നു. അതാണ് ഇതിൽ ഏറ്റവും പ്രത്യേകത. സാധാരണ രീതിയിൽ ഈ സംഭാഷണ രൂപത്തിൽ നമ്മൾ ശാസ്ത്രവും മറ്റും പറയുമ്പം എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഉത്തരം പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഉത്തരം കിട്ടാൻ വേണ്ടി ഒരു ചോദ്യം നമ്മൾ ഉണ്ടാക്കുക ചെയ്യുക. എന്നിട്ട് അത് ചോദിച്ച് എന്നിട്ട് നമ്മൾ കൃത്യമായ ഉത്തരം പറഞ്ഞു കൊടുക്കുന്ന രീതിയുണ്ട്. അത് വളരെ ബോറായിരിക്കും പലപ്പോഴും. അതല്ല. ഇത് കുട്ടികളോട് നാച്ചുറലായിട്ട് സംസാരിക്കുന്ന ഒരു രീതിയിൽ കുട്ടികളിലേക്ക് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച അറിവ് എത്തിക്കുന്ന ഒരു ശൈലി എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ളതാണ്. എന്തായാലും അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം നിങ്ങളെല്ലാം വായിക്കണം എന്ന് പറയുന്നത്. നിങ്ങൾ വായിക്കുക എന്നുള്ളതിലപ്പുറം നിങ്ങൾ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കണം. കാരണം നമ്മുടെ ആകാശഗംഗയിലേക്കുള്ള ഒരു വഴി തുറക്കുകയാണ് അത് ചെയ്യുന്നത്. നമുക്കറിയാം, ഇപ്പം നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് 75-ലുള്ള അറിവിനേക്കാളൊക്കെ എത്രയോ കൂടുതലാണ്. ഇന്ന് നമ്മുടെ പ്രപഞ്ചം എന്ന് പറയുന്നത് 10,000 കോടിയിലധികം ഗാലക്സികളടങ്ങിയ ഒന്നാണെന്ന് നമുക്കറിയാം. എത്രയാണെന്ന് കൃത്യം ആർക്കും അറിയില്ല. 10,000 കോടിയിലധികം ഉണ്ട് എന്ന് ഏതാണ്ട് കണക്കാക്കിയിട്ടുണ്ട്. ഓരോ ഗാലക്സിയും നമ്മുടെ ആകാശഗംഗ പോലെ, നമ്മുടെ ആകാശഗംഗയിൽ 10,000 കോടിയിലധികം നക്ഷത്രങ്ങളുണ്ടെന്നും 20,000 കോടിയിടത്തെന്നാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ 20,000 കോടിയുള്ള നക്ഷത്രങ്ങളുള്ള ഒരു വലിയ ഗാലക്സിയാണ് നമ്മുടെ ആകാശഗംഗ. ഇതൊന്നും പ്രാചീന കാലത്തെ മനുഷ്യൻ അറിഞ്ഞിരുന്നില്ലെങ്കിലും
ആകാശഗംഗ എന്നും ആളുകളുടെ ഒരു താല്പര്യ വിഷയമായിരുന്നു. ആകാശഗംഗ കാണുക എന്ന് പറയുന്നതിൽ തന്നെ ഒരു സൗന്ദര്യമുണ്ട്. പ്രത്യേകിച്ച് മിഥുനം രാശി കാണുന്ന കാലത്ത്, മിഥുനം വൃശ്ചികം മിഥുനമൊക്കെ അടുത്തടുത്താണല്ലോ വരിക. വൃശ്ചികം ആകാശത്ത് നക്ഷത്രങ്ങളെ കൊണ്ടൊരു തേളാണ്. വൃശ്ചികം എന്ന് പറഞ്ഞൊരു തേളാണ്, സ്കോർപ്പിയോ. ആ തേളിനെ ആകാശത്ത് കാണുക, അതിൻ്റെ വാലിൽ തുടങ്ങി അടുത്ത ധനുരാശി വരെ ഒരു വലിയ പാലിൻ്റെ ഒരു കടൽ പോലെ കാണാം. നമ്മളിങ്ങനെ നോക്കിക്കിടന്നാൽ നല്ല തെളിഞ്ഞ ആകാശം. കോഴിക്കോടൊന്നും നോക്കിയിട്ടൊരു കാര്യമൊന്നുമില്ല കേട്ടോ, കോഴിക്കോടൊന്നും ആകാശമൊന്നും കാണില്ല. കാരണം നല്ല ഇരുട്ടുള്ള സ്ഥലത്തു നിന്നാണ് കാണേണ്ടത്. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നോക്കുകയാണെങ്കിൽ മനോഹരമായൊരു കാഴ്ചയാണ്. ആര് കണ്ടാലും അത് പാല് തട്ടി തൂവിയതാന്ന് തോന്നും. ഗാലക്സി എന്ന പേര് പോലും, ഗാല എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഭാഷയിൽ പാലെന്നാണ് അർത്ഥം. അപ്പം ഗ്രീക്കുകാർ ഗാലക്സി എന്ന അവരിൽ നിന്ന് പേരെടുക്കുന്നത് തന്നെ പാലിൻ്റെ ഒരു കടൽ എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മുടെ പാലാഴിയാണ് പണ്ട് നമ്മൾ കടഞ്ഞ് എന്തെടുത്തത്, നമ്മൾ അമൃതെടുത്ത പാലാഴി ഇത് തന്നെയാണ്. നമ്മുടെ ഇന്ത്യക്കാർ അപാര ഭാവനയുള്ള ആളുകളായിരുന്നു. ഇങ്ങനെ പാല് തട്ടി തൂവിയ പോലെ ആകാശത്ത് ഇങ്ങനെ ഒരു നെടുനീളത്തിലൊരു പ്രദേശം കാണുമ്പം അതൊരു പാലിൻ്റെ കടലാണെന്നും അവിടെ കടഞ്ഞാൽ അമൃത് കിട്ടുമെന്നും അതിനൊരു കഥയുണ്ടാക്കിയതാണ്. മഹർഷിയുടെ ശാപവും അതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയുള്ള പങ്കപ്പാടുമൊക്കെ വളരെ രസകരമായിട്ട് പറയുന്നുണ്ട്. പിന്നീട് അതിൽ അന്ധവിശ്വാസമൊക്കെ കൂട്ടിക്കലർത്തി ഗ്രഹണം ഉണ്ടാക്കുന്നത് രാഹു കേതുവൊക്കെ അതിൽ നിന്നാണ് വരുന്നത് എന്നൊക്കെയുള്ള വിശ്വാസങ്ങളൊക്കെ, അത് എപ്പോഴും നമ്മുടെ പുരോഹിത വർഗത്തിൻ്റെ ഒരു സ്വഭാവമാണ്. എന്ത് ശാസ്ത്രം ഉണ്ടെങ്കിലും അതിൽ അല്പം അന്ധവിശ്വാസമൊക്കെ ചേർത്ത് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ള ചിന്ത പൗരോഹിത്യത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ആ സ്വഭാവമായിട്ട് നമ്മൾ ഇതിനെ കണ്ടാൽ മതി. എന്തായാലും അതിമനോഹരമായൊരു ഭാവനയാണ് ഇന്ത്യക്കാർക്കും ഉണ്ടായിരുന്നത്. ലോകത്തെല്ലായിടത്തും തന്നെ മിൽക്കി വേ എന്ന് പറയുമ്പോഴും ഗ്രീക്കുകാർക്കാണെങ്കിൽ ഈജിപ്തുകാർക്കാണെങ്കിൽ ഇത് നൈൽ നദിയാണ്. ആകാശത്തുള്ള നൈൽ നദി പാലൊഴുകുന്ന നദിയാണ്. ഇവിടുത്തെ നദി പോലെയല്ല, പാലൊഴുകുന്ന നൈൽ നദിയാണ്. നമ്മുടെ ആകാശ ഗംഗയാണ്. നമ്മുടെ ഗംഗ ആകാശത്തിലൊഴുകുമ്പം പാലാണ് ഒഴുകുന്നത്. അപ്പോൾ ഇങ്ങനെ മനോഹരമായൊരു കാഴ്ചപ്പാട് ആകാശഗംഗയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇന്ന് നമുക്കറിയാം ഈ ആകാശഗംഗ എന്ന് പറയുന്നത് നക്ഷത്രങ്ങളുടെ തിങ്ങി നിറഞ്ഞ നക്ഷത്രങ്ങൾ നിൽക്കുന്ന മേഖലയാണ്. 10,000 കോടിയിലധികം നക്ഷത്രങ്ങളുടെ നമുക്കറിയാം. അതിൻ്റെ ഒരു സെൻട്രൽ ബൾജുണ്ട്. ആ ബൾജ് നമ്മുടെ ഒരു വെള്ളയപ്പം പോലെ വേണമെങ്കിൽ നമുക്ക് സങ്കല്പിക്കാൻ നടുക്ക് പൊങ്ങിയ ഒരു, അവിടെയാണ് നക്ഷത്രങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടമുള്ളത്. ഏറ്റവും പഴകിയ നക്ഷത്രങ്ങളും അവിടെയാണുള്ളത്. ഈ ഗാലക്സി ഉണ്ടായ കാലം മുതൽ ഏതാണ്ടൊരു 1300 കോടി വർഷം നമുക്ക് പ്രായം കണക്കാക്കാൻ തോന്നും നമ്മുടെ ഗാലക്സിക്ക്. നമ്മുടെ സൂര്യൻ്റെ പ്രായം വെറും 450-460 കോടി വർഷമാണ് കണക്കാക്കുന്നത്. സൂര്യൻ വളരെ പിന്നെ ഉണ്ടായത്, നമ്മുടെ ഗാലക്സിക്കുള്ളിൽ ജനിക്കുന്നത് വളരെ കാലത്തിന് ശേഷമാണ്. അപ്പോൾ ഈ ഗാലക്സിയുടെ ഏറ്റവും പഴകിയ നക്ഷത്രങ്ങളൊക്കെ ഈ സെൻട്രൽ ബൾജിലാണുള്ളത്. പിന്നെ അതിന് 3 ഇങ്ങനെ വളഞ്ഞ ചുറ്റിപ്പിടിച്ച കൈ പോലത്തെ 3 ആംസ് ഉണ്ട്. സ്പൈറൽ ആംസ് എന്ന് പറയും. നമ്മുടെ ഗാലക്സി ഒരു സ്പൈറൽ ഗാലക്സിയാണ്. ആ സ്പൈറൽ ആംസിൽ ഒന്നിലാണ്, അതിനോട് ചേർന്നിട്ടാണ് നമ്മളുള്ളത്, നമ്മുടെ സൂര്യനും നമ്മളും ഒക്കെ ഉള്ളത്. ഈ ആകാശഗംഗയുടെ കേന്ദ്രത്തിൽ നിന്ന് ഏതാണ്ട് 30,000 പ്രകാശവർഷം അകലെയാണ് നമ്മളുള്ളത്. നിങ്ങൾക്കൊക്കെ പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ധാരണയുള്ളവരാണെന്നുള്ള ധാരണയല്ല ഞാൻ പറയുന്നത്. ഒരു കൊല്ലം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം ഏതാണ്ട് 9.5 ലക്ഷം കോടി കിലോമീറ്ററാണ്. 9.5 ലക്ഷം കോടി കിലോമീറ്ററാണ് ഒരു പ്രകാശവർഷം. അപ്പം നമ്മുടെ ഈ കേന്ദ്രത്തിൽ നിന്ന് 30,000 പ്രകാശവർഷം അകലെ കിടക്കുന്ന സൂര്യൻ എത്ര അകലെയാണെന്ന് നമുക്ക് ചിന്തിക്കാനൊന്നും ആവില്ല. നമ്മുടെ ഒന്നും തലയിലൊന്നും കൊള്ളുന്ന ഒരു സംഗതിയല്ലത്. പക്ഷേ ഈ ആകാശഗംഗയുടെ ചുറ്റും സൂര്യൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിൽ ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം. വളരെ സ്പീഡിലാണ്. 220 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 220 കിലോമീറ്റർ വെച്ച് ഓടുകയാണ് ആകാശഗംഗയുടെ ചുറ്റും. ഒന്ന് ചുറ്റി വരാൻ 20 കോടി വർഷത്തിലധികം എടുക്കും, ഒന്ന് ചുറ്റി വരാൻ. അപ്പോൾ കൂടെ നമ്മളും ഉണ്ട്. ചുരുങ്ങിയ വേഗത്തിലൊന്നുമല്ല നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മളതൊന്നും അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ പ്രപഞ്ചത്തിലെല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമി സ്വയം കറങ്ങുന്നു, സൂര്യനെ ചുറ്റുന്നു, സൂര്യൻ ആകാശഗംഗയുടെ ചുറ്റും കറങ്ങുന്നു. ആകാശഗംഗയും വേറെ ഒരുപാട് ഗാലക്സികളുടെ
കേന്ദ്രത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 3 ഡസനോളം ഗാലക്സികൾ ചേർന്ന ഒരു കുടുംബമുണ്ട് നമ്മുടെ ചുറ്റും. ലോക്കൽ ഗ്രൂപ്പ് എന്നാണ് പറയുക. ലോക്കൽ ഗ്രൂപ്പിൽപ്പെട്ട ഇത് വലിയ 3 ഗാലക്സികളുണ്ട്. അതിലൊന്ന് നമ്മുടേതാണ്. മറ്റൊന്ന് നമ്മൾ ആകാശത്ത് വെറും കണ്ണുകൊണ്ടുമൊക്കെ കാണാവുന്ന ഏക ഗാലക്സി എന്ന് പറയുന്നത് ആൻഡ്രോമീഡയാണ്. ഒരു പൊട്ടുപോലെ നമുക്ക് നല്ല തെളിഞ്ഞ ആകാശത്ത് കാണാൻ കഴിയും. പിന്നെ ട്രയാങ്കുലം ഗാലക്സി എന്ന് പറയുന്ന ഒരു ഗാലക്സിയും കൂടിയുണ്ട്. ഇത് 3ആണ് ഈ കൂട്ടത്തിൽ, ഈ 3 ഡസനിൽ ഏറ്റവും വലിയ 3 എണ്ണം. അപ്പോൾ ഈ 3 പ്രധാനപ്പെട്ട ഗാലക്സികളും പിന്നെ ഒരുപാട് സാറ്റലൈറ്റ് ഗാലക്സികൾ, അതെല്ലാം കൂടെ ചേർന്ന ലോക്കൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ഒരംഗമാണ്. അപ്പോൾ അതിന് ചുറ്റും നമ്മളും ഇറങ്ങുന്നുണ്ട്. എന്ന് മാത്രമല്ല, നമ്മുടെ ഗാലക്സി വേറെ ചില ഗാലക്സികളെയൊക്കെ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ ഗാലക്സികളെയൊക്കെ തമ്മിൽ ഇവർ വിഴുങ്ങും. കുറേ കാലം കൊണ്ടാണ്. നമ്മുടെ ഗാലക്സി അങ്ങനെ ഒന്നിനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ കളി എന്ന് പറയുന്നത് വളരെ രസകരമാണ്. ഞാൻ അതുകൊണ്ടാണ് ഈ പുസ്തകത്തിൽ നിർത്താതെ അതപ്പുറം നമ്മുടെ കുട്ടികൾ കടന്നു പോകണം. ഈ പുസ്തകത്തിൽ തുടങ്ങാം. അങ്ങനെ തുടങ്ങി ആകാശഗംഗയെ ഒന്ന് പരിചയപ്പെട്ട്, ആ കുട്ടികളോടൊപ്പം, ഇതിൽ 2 കുട്ടികളുണ്ട്, അവരോടൊപ്പം ആകാശഗംഗയെ ഒന്ന് പരിചയപ്പെട്ട് അതിനുശേഷം നമുക്ക് അതിനപ്പുറം ഈ പ്രപഞ്ചത്തിലേക്ക് കടക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു നോവൽ വായിക്കുന്നതിനേക്കാൾ രസകരമാണ്. അത് പലപ്പോഴും നമ്മൾ സാഹിത്യത്തിന് മാത്രമാണ് ഇവിടെയൊക്കെ ഊന്നൽ കൊടുക്കാറുള്ളത്. ശാസ്ത്രം എന്തോ വിരസമായൊരു സാധനം എന്നുള്ള മട്ടിൽ വിട്ടുകളയുകയാണ്. പക്ഷേ ഇതൊക്കെ വളരെ രസകരമായ പഠനങ്ങളാണ്. നമ്മുടെ ആളുകൾക്കൊക്കെ അറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകം, ജന്മനക്ഷത്രങ്ങളെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം. 27 ജന്മനക്ഷത്രങ്ങളുണ്ട്. നമ്മളെല്ലാം ജനിക്കുന്ന ഏതെങ്കിലും ഒരു ജന്മനക്ഷത്രത്തിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിലും നമ്മുടെ ഇച്ഛയല്ല. കാരണം അതെന്താ കണക്കാക്കുന്നതെന്ന് വെച്ചാൽ, ചന്ദ്രൻ ഭൂമിയെ എങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക, ഒന്ന് ചുറ്റി വരാൻ 27 ദിവസവും 8 മണിക്കൂറും വേണം. അപ്പോൾ ഈ 8 മണിക്കൂറും കളഞ്ഞിട്ട് 27 നാളെന്നെടുത്തു. ചന്ദ്രൻ ഇങ്ങനെ ഓരോ ദിവസവും ഓരോരോ നക്ഷത്ര ഗണത്തിൽ നിൽക്കും. അശ്വതി എന്ന് പറയുന്നത് അശ്വമുഖം പോലെ, കുതിരത്തല പോലെ 3 നക്ഷത്രമാണ്. 3 നക്ഷത്രം ഒരു മെലിഞ്ഞ ത്രികോണം പോലെയാണ് തോന്നുക. ഒരു കുതിരത്തല ആണ് സങ്കല്പിച്ചത്. അതാണ് അശ്വതി നക്ഷത്രങ്ങൾ. അശ്വിനി എന്നാണ് സംസ്കൃതം. അതുപോലെ അവിടെ ചന്ദ്രൻ എത്തിക്കഴിഞ്ഞാൽ അന്നത്തെ നാള് അശ്വതിയായിരിക്കും. അന്നൊരു കുഞ്ഞ് ജനിച്ചാൽ കുഞ്ഞിൻ്റെ ജന്മനക്ഷത്രം എന്തായിരിക്കും? അശ്വതിയായിരിക്കും. ചന്ദ്രൻ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. മനസ്സിലല്ലേ? അപ്പോൾ അശ്വതി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചന്ദ്രൻ അടുത്ത നാളിലേക്ക് പോകും. നക്ഷത്രം ഭരണിയാണ്. അത് ഏതാണ്ട് തുല്യ ദൂരത്തിൽ 3 നക്ഷത്രങ്ങൾ നിൽക്കുന്നൊരു ത്രികോണമാണ്. പക്ഷേ അതിൻ്റെ കൂടെ കുറച്ച് മങ്ങിയ നക്ഷത്രവും കൂടെ ചേർത്തിട്ട് ആരോ ഒരു ഭരണി സങ്കല്പിച്ചിട്ടുണ്ട്. ആരോ ഒരു ഭരണി സങ്കല്പിച്ച് അവിടെ ചന്ദ്രൻ എത്തിയാൽ ഭരണി നാളായി. അന്ന് ജനിക്കുന്ന കുട്ടിക്ക് ഭരണിയാണ് നക്ഷത്രമായിട്ട് കിട്ടുക. കാർത്തിക 7 സഹോദരിമാരാണെന്നാണ് പണ്ടേ പേരെടുത്ത സഹോദരിമാരാണ്. സുന്ദരികളായ 3 മനോഹര നക്ഷത്രങ്ങളാണ് കാർത്തിക. അതുപോലെ തന്നെ രോഹിണി, ഇംഗ്ലീഷിൽ വി എഴുതിയ പോലെ കുറേ നക്ഷത്രങ്ങളുണ്ട് ആകാശത്ത്. നല്ല ഭംഗിയാണ് കാണാൻ. അതിലൊരു ചുവന്ന തുടുത്ത നക്ഷത്രമുണ്ട്. എപ്പോഴാണ് പൊട്ടിത്തെറിച്ച് പോകാമെന്ന് പറയാൻ പറ്റില്ല. കാരണം അതൊരു റെഡ് ജയൻ്റാണ്. റെഡ് ജയൻറ്റുകൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പൊട്ടിത്തകർന്നു പോകുന്ന നക്ഷത്രമാണ്. അതുപോലെ രോഹിണി, മകീര്യം, മൃഗശിരസ്സാണ്. മാനിൻ്റെ തല പോലെ കുറച്ച് നക്ഷത്രം. മകീര്യം കഴിഞ്ഞാൽ തിരുവാതിര ഒറ്റപ്പെട്ടൊരു നക്ഷത്രമാണ്, തീക്കട്ട പോലെ ചുവന്നിട്ട്. അതും റെഡ് ജയൻ്റാണ്. രോഹിണി പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് അത് പൊട്ടിത്തെറിക്കും. അത് ആ അവസ്ഥയിലാണുള്ളത്. വലിയ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ആ അവസ്ഥയിലുള്ള ഒരു നക്ഷത്രമാണ്. ചിലർക്കൊക്കെ ജന്മനക്ഷത്രം നഷ്ടപ്പെട്ടു പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട് അല്ലേ? കാരണം പൊട്ടിത്തെറിക്കാവുന്ന ഒരു നക്ഷത്രമാണ് രോഹിണി. മകീര്യം മൃഗശിരസ്സാണ്, മാനിൻ്റെ തല, മാൻതല പോലെ. ഞാൻ എല്ലാം ഒന്നും പരിചയപ്പെടുത്തുന്നില്ല ഇവിടെ. ഇങ്ങനെ ഈ നക്ഷത്രങ്ങളിലൂടെ ഓരോ ദിവസവും ചന്ദ്രൻ ഇങ്ങനെ പോവുകയാണ്. അതനുസരിച്ച് നാളെ ഇങ്ങനെ മാറി വരൂ. എന്തിനായത്? ജന്മനക്ഷത്രം അറിഞ്ഞിട്ട് നമുക്കെന്താ ഇപ്പോൾ ഒരു ഗുണമുള്ളത്? ഇപ്പോൾ ഒരു ഗുണമില്ല. പക്ഷെ പണ്ട് ഗുണമുണ്ട്. എന്താണെന്നറിയോ? അന്ന് ആളുകളുടെ അടുത്ത് കലണ്ടറില്ല. കലണ്ടർ ആരും ഉണ്ടാക്കിയിട്ടില്ല. ഒരു കുഞ്ഞെന്നാ ജനിച്ചതെന്ന് പിന്നെ എങ്ങനെ കണക്കാക്കും? കുറച്ച് ദിവസം വരെ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ എണ്ണാം. കുറേ കഴിഞ്ഞാൽ എണ്ണം തെറ്റും. അപ്പോൾ എന്താ ചെയ്യുക? കുട്ടി ജനിച്ച നാളറിയണം, ഇന്നത്തെ നാളും അറിയണം. അങ്ങനെയാണ് എത്ര ദിവസം കഴിഞ്ഞു എന്ന് പറയാൻ പറ്റും. ഒരു കുട്ടി ഇപ്പം രോഹിണിയിൽ കാർത്തികയിൽ ജനിച്ചു എന്നിരിക്കട്ടെ, ഇന്നിപ്പം മകമാണെന്നിരിക്കട്ടെ, എത്ര ദിവസമായി കുട്ടി ജനിച്ചിട്ട് വേഗം കണക്കാക്കാം.
കാർത്തിക കഴിഞ്ഞാൽ രോഹിണി, മകീരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം 7 ദിവസമായി അല്ലേ? ഇങ്ങനെ നമുക്ക് 27 ദിവസം വരെ എണ്ണാം. അപ്പോൾ 27 ദിവസം വരെ ഭംഗിയായിട്ടൊരു കുട്ടിയുടെ പ്രായം പറയാൻ അത് മതി. 28 ആയാൽ എന്ത് ചെയ്യും? വീണ്ടും എണ്ണി തുടങ്ങണം. അതിനൊരു വിദ്യയുണ്ട് നമ്മുടെ നാട്ടുകാർക്ക്. എന്താണെന്നറിയോ? കുട്ടിയുടെ ആരെങ്കിലും ഒരു ചരട് കിട്ടും, 28 കിട്ടും. അല്ലേ? അറിയില്ലേ? 27 ജന്മനക്ഷത്രം തീർന്നു പോയാൽ നമ്മുടെ കുട്ടിയുടെ ആരെയിൽ 28 കിട്ടും. 28 കിട്ടിയാൽ പിന്നെ എണ്ണും. അങ്ങനെ എണ്ണി 1, 2, 3 എണ്ണി 27 കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഈ ചരട് കെട്ടുന്ന രീതി പ്രത്യേകതയുണ്ട്. അത് ഒരറ്റം നീട്ടിയിട്ടിരിക്കും. ആ നീട്ടിയിട്ട ചരടിൽ ഓരോ 27 കഴിയുമ്പോഴും ഓരോ കെട്ടിടും, അല്ലെങ്കിൽ ഓരോ മുത്ത് കോർത്തിടും. മനസ്സിലല്ലേ? അപ്പോൾ എത്ര മുത്ത് കോർത്തിട്ടിട്ടുണ്ടെന്ന് നോക്കിയാൽ അതിനെ 27 കൊണ്ട് ഗുണിച്ചാൽ അത്രയും ദിവസമായി കുട്ടി ജനിച്ചിട്ട്. അങ്ങനെ പ്രായം ഗണിക്കാൻ വേണ്ടി നമ്മുടെ പഴയ ജ്യോതിശാസ്ത്രജ്ഞരുണ്ടാക്കിയ മനോഹരമായ ഒരു ആശയത്തെയാണ് നമ്മൾ ഇന്നത് ആ നക്ഷത്രം മോശമാണ്, അതിൽ ജനിച്ചാൽ ആണതിലെ രസം. മനസ്സിലല്ലേ? അയ്യോ എന്തിലാ നിങ്ങൾ നാളെ ഏതാ ചോദ്യമാണോ? അയ്യോ പോക്കാണ്. അതല്ലേ? അങ്ങനെ ചോതി മോശം. അതുപോലെ മകം പിറന്നാൽ നല്ല മങ്കയ്ക്ക് വളരെ നല്ലതാണ്, പൂരം പിറന്നാൽ പുരുഷന് നല്ലതാണെന്നൊക്കെയുള്ള വിശ്വാസം. ഇത് പുരോഹിതന്മാർ പിന്നീട് ഉണ്ടാക്കിയ അന്ധവിശ്വാസമാണ്. അപ്പോൾ ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മാറ്റി, അതാണ് ഈ പുസ്തകം പറയുന്നത്. അന്ധവിശ്വാസങ്ങൾ, നക്ഷത്രം നമ്മുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കില്ല. കാരണം തിരുവാതിര നക്ഷത്രത്തിന് വെളിച്ചം ഭൂമിയിലെത്തണേ 820 കൊല്ലെടുക്കും. അല്ല 720 കൊല്ലം കൊണ്ട് വെളിച്ചം ഭൂമിയിലെത്തുന്ന ഒരു നക്ഷത്രത്തെയാണ് നമ്മൾ ജന്മനക്ഷത്രമായി എടുക്കുന്നത്. നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും? ഇവിടെ നിന്നൊരു സന്ദേശം അവിടെ എത്തൂല. കുട്ടി ജീവിച്ചിരിക്കുന്ന കാലത്ത്, കുട്ടി ജനിച്ചു എന്നുള്ള വിവരം അവിടെ അറിയണ്ടേ? ഒരു സന്ദേശവും പ്രകാശത്തെക്കാൾ വേഗത്തിൽ പോവില്ല. അതുകൊണ്ട് ഇത് നമ്മളെ ആ നക്ഷത്രം അറിഞ്ഞാലും കാര്യമൊന്നുമില്ല. കാരണം അത് ജ്വലിക്കുന്ന ഒരു ഗോളം മാത്രമാണ്, നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഇടയിലുള്ള അന്ധവിശ്വാസങ്ങൾ നമുക്ക് പതുക്കെയെങ്കിലും ഇല്ലാതാക്കണമെങ്കിൽ ഇത്തരം ശാസ്ത്ര കാര്യങ്ങൾ അറിയണം. അതാണ് അതിൻ്റെ ലക്ഷ്യം. അപ്പം ജന്മനക്ഷത്രം എന്ന് പറയുന്ന ആശയം എന്തിനുണ്ടാക്കി? കാലം ഗണിക്കാനുണ്ടാക്കി. ആ ജന്മനക്ഷത്രത്തിലൂടെ സൂര്യനും കടന്നു പോകും. കാരണം ഭൂമി സൂര്യനെ ചുറ്റുമ്പോൾ നമുക്ക് തോന്നുന്നതാണ് സൂര്യൻ ഈ നക്ഷത്രങ്ങളിലൂടെ കടന്നു പോകും. അങ്ങനെ ഒരു നക്ഷത്രത്തിൽ സൂര്യൻ എത്തിക്കഴിഞ്ഞാൽ നമ്മളതിനെ ഞാറ്റുവേല എന്ന് പറയും. ഞായറുള്ള വേള, സൂര്യനുള്ള കാലം എന്നാണ് അതിനർത്ഥം. അശ്വതിയിൽ സൂര്യൻ എത്തിയാൽ അശ്വതി ഞാറ്റുവേല, തിരുവാതിരയിൽ സൂര്യൻ എത്തിയാൽ തിരുവാതിര ഞാറ്റുവേല. അത് 2 ആഴ്ചയോളം ഉണ്ടാവും. അത് കൃഷിക്കാരൻ്റെ കാലഗണനയാണ്. അപ്പോൾ ഓരോ കുട്ടിക്കും അവരുടെ ജന്മവുമായിട്ട് ബന്ധപ്പെട്ട നാളുണ്ട് കാലം ഗണിക്കാൻ. കൃഷിക്കാരന് സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട് ഇതേ നക്ഷത്രങ്ങളെ ഉപയോഗിക്കാം ഞാറ്റുവേല കണക്കാക്കാൻ. അപ്പോൾ ഇങ്ങനെ മനുഷ്യന് ഉപയോഗമുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ആകാശത്തുണ്ട്. ഈ ശാസ്ത്രം എന്ന് പറയുന്നതിന് മുമ്പ് മനുഷ്യനത് കണ്ടുപിടിച്ചു. അന്ന് മനുഷ്യൻ്റെ ധാരണ എന്താ? ഭൂമിയാ കേന്ദ്രം, ഭൂമിയെ എല്ലാം ചുറ്റിയാണ്, സൂര്യൻ ചുറ്റുന്നു, ചന്ദ്രൻ ചുറ്റുന്നു, അല്ലേ? എല്ലാ നക്ഷത്രങ്ങളും ഭൂമിയെ ചുറ്റുന്നു എന്ന് തെറ്റായ ധാരണ ഉണ്ടായിരുന്ന കാലത്ത് പോലും അതിനെ പ്രയോജനപ്പെടുത്തി കാലം ഗണിക്കാൻ കലണ്ടറുണ്ടാക്കിയ ആകാശത്ത് നക്ഷത്രം ഉപയോഗിച്ച് കൃഷിക്കാരന് വേണ്ടി കാലഗണനയ്ക്ക് വേണ്ടി ഞാറ്റുവേല ഉണ്ടാക്കി. ഇതുകൂടാതെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഇപ്പം കടക്കാൻ നമുക്ക് സമയമില്ല. ഇപ്പം തന്നെ സമയം കഴിഞ്ഞെന്ന് തോന്നില്ലേ? അപ്പോൾ സമയം കഴിഞ്ഞു കേട്ടോ. 4 മിനിറ്റ് ഇപ്പോൾ അധികരിച്ചു. എന്തായാലും ഇനി നമുക്ക് ഇത്തരം ഒരുപാട് കാര്യങ്ങൾ എപ്പോഴെങ്കിലും സംസാരിക്കാൻ 1/2 മണിക്കൂറൊന്നും മതിയാവില്ല. ഇങ്ങനെ ഒരു അവസരം തന്നതിന് നന്ദി സംഘാടകരോടും കേട്ടിരുന്ന് ക്ഷമിച്ചതിന് നിങ്ങളോടും എല്ലാം സാറിന് വേണ്ടി ഒരു കാര്യം ഞാനൊന്ന് കൂട്ടിച്ചേർത്തോട്ടെ സാർ. ഇത് അമ്മ എഴുതിയ കാലത്ത്, അമ്മ പഠിച്ചു വളർന്ന കാലത്ത് പെൺകുട്ടികൾ സ്കൂളിൽ പോയി പഠിക്കുന്നത് ശരിയല്ല എന്ന് വളരെ ശക്തമായ ഒരു ആശയം നിലവിലിരുന്ന കാലമാണ്. ആ കാലത്ത് അമ്മയുടെ മാത്രം ഒരു ഇച്ഛ കൊണ്ട് പഠിച്ചിട്ട് ഈ എക്കണോമിക്സിലും ഹിസ്റ്ററിയിലും പാസ്സായിട്ടാണ് പിന്നെ സോഷ്യൽ സയൻസിലേക്ക് വരുന്നത്. അപ്പോഴും അമ്മ മാത്സ് പഠിച്ചിട്ടില്ല. പക്ഷേ ഈ ബുക്കിലെ മാത്സ് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കറക്റ്റായിട്ട് ഒരു നക്ഷത്രത്തിന് ഒരു നക്ഷത്രം, അല്ലെങ്കിൽ അടുത്ത ഒരു എക്ലിപ്സിന് അടുത്ത എക്ലിപ്സിലേക്ക് വരുമ്പോൾ ഇത്ര ദിവസം, ഇത്ര കൊല്ലം, ഇത്ര ദിവസം എന്ന് പറയുന്നുണ്ട്. അത് അമ്മ ഇവിടെ ഫറൂഖിന് അടുത്ത് തെക്കേക്കളം എന്നുള്ള ചെറുവണ്ണൂരുള്ള കൊളത്തർ റോഡിലുള്ള ഒരു ചെറിയ അന്നത്തെ ഗ്രാമത്തിൽ ജനിച്ച് വളർന്നിട്ടുള്ള ആളാണ്.
ആ ഒരു വ്യത്യാസമാണ് അതൊക്കെ ഒരു തുറയാണ്. ഇതൊരു കഥ മാതിരിയാണെന്ന് നിങ്ങളിത് വായിച്ചു കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. അത് സാറ് നേരത്തെ സൂചിപ്പിച്ച മാതിരി എല്ലാം കൊണ്ടും സമയം കഴിയാറായി. നമുക്ക് അതെ ടി കെ കല്യാണിക്കുട്ടിയമ്മ എഴുതിയ ആകാശഗംഗയെ തേടി വേദി വാക്കിൽ വെച്ച് ഒഫീഷ്യൽ സാറിൻ്റെ അമ്മ എഴുതിയൊരു പുസ്തകം സാറ് എനിക്ക് തന്നുകൊണ്ട് പുതിയ എഡീഷൻ നമുക്കൊന്ന് ആളുകളെന്ന് പരിചയപ്പെടുന്ന നന്നാവും. എനിക്ക് പുസ്തകം കിട്ടും. ടി കെ കല്യാണിക്കുട്ടിയമ്മ എഴുതിയ ആകാശഗംഗയെ തേടി വേദി വാക്കിൽ വെച്ച് ഒഫീഷ്യലി പ്രകാശനം ചെയ്യപ്പെടുന്നു. പ്രൊഫസർ കെ പാപ്പൂട്ടി സാറിനോട് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു. ടി കെ കല്യാണിക്കുട്ടിയമ്മയുടെ ആകാശഗംഗയെ തേടി.